Hi, hello, welcome to yet another video of Garage 51. നമ്മുടെ ഷോപ്പിൽ ഹിമാലയക്കും എക്സ്പൾസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന റേസ് എന്ന ബ്രാൻഡിൽ വരുന്ന 3 പാറ്റേൺസ് ഓഫ് ടയേഴ്സ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ റേസ് എന്ന ബ്രാൻഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. റേസ് എന്ന ബ്രാൻഡിന് എക്സ്ക്ലൂസീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ഹൈ മൈലേജ് കൂടാതെ തന്നെ 42 months ആണ് അൺകണ്ടീഷണൽ വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ 6 years സ്റ്റാൻഡേർഡ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ബ്രാൻഡൊക്കെ ഇതിലും വളരെ കുറവാണ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറിന് എന്തുകൊണ്ടും ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റേസ് എന്ന ബ്രാൻഡ് തന്നെ ചെയ്യുന്നത്. ഈ ഹിമാലയക്കും എക്സ്പൾസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന 3 പാറ്റേൺസ് ഓഫ് ടയേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു ടയർ വന്നിട്ട് ഫുള്ളി ഓഫ് റോഡ് ടയറാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ടോർക്കാർ എന്നുള്ളൊരു പേരാണ് ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടയർ ഹാഫ് ഓഫ് റോഡ് ആൻഡ് ഹാഫ് ഓൺ റോഡാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ട്രയലാർ. അതുപോലെ തന്നെ ഇത് ഫുള്ളി ഓൺ റോഡ് ടയർ ആയതുകൊണ്ട് ഇതിൻ്റെ പേര് വന്നിട്ട് ടൂറാർ എന്നാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ടയർ, ഇത് ബാക്ക് ടയറാണ് വരുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് ഹിമാലയൻ്റെ ടയേഴ്സാണ്. അപ്പോൾ ബാക്ക് ടയർ വന്നിട്ട് 17 inches ആണ്. അതുപോലെ തന്നെ എക്സ്പൾസിനും ഇതേ 3 പാറ്റേൺസാണ് യൂസ് ചെയ്യുക. പക്ഷേ ബാക്ക് ടയറിൻ്റെ സൈസ് വന്നിട്ട് 18 inches ആണ് വരിക. അപ്പോൾ ഈ ഒരു ടയർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. വളരെ ഫ്രഷ് ആയിട്ടുള്ള റബ്ബറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടയർ കണ്ടില്ലേ, ടോർക്കാർ എന്ന് പറയുന്ന മോഡൽ സ്റ്റഡ് ടയറാണ്. ഓഫ് റോഡിനൊക്കെ എന്തുകൊണ്ടും പറ്റിയൊരു ഓപ്ഷനാട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് ഹാഫ് ഓഫ് റോഡ് ഹാഫ് ഓൺ റോഡ്. നമുക്ക് ഹിമാലയ പോലുള്ള വണ്ടികൾ എക്സ്പൾസ് ആണെങ്കിലും അറിയാലോ, ഓഫ് റോഡ് ആയിരിക്കും കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൺ റോഡും പോകേണ്ട ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ട്രയലാർ എന്ന് പറയുന്ന മോഡൽ. അതുപോലെ തന്നെ വണ്ടീനോടുള്ളൊരു പാഷൻ കൊണ്ട് എടുത്തു, പക്ഷെ നമ്മൾ ഓഫ് റോഡൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂറാർ എന്ന് പറയുന്ന ഈ ഒരു ഓൺ റോഡ് പാറ്റേൺ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളി ഓഫ് റോഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോർക്കാർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റഡ് ടയർ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടയറിന് ഞാൻ ഇനിയും നിങ്ങളോട് പറയുകയാണ്, നമുക്ക് 42 months ആണ് ഇതിൻ്റെ അൺകണ്ടീഷണൽ വാറണ്ടി. അതായത് ഇത് നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു വല്ല ക്രാക്കിങ്ങോ അല്ലെങ്കിൽ തേയ്മാനം, അതുപോലെ തന്നെ എന്തെങ്കിലും ഹോളാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു മാനുഫാക്ചർ ഡിഫക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 6 yearsോളം നമുക്കിത് സ്റ്റാൻഡേർഡ് വാറണ്ടി അവൈലബിൾ ആണ്. മറ്റുള്ള ടയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 years ഒക്കെയാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1 year 1.5 year ഒക്കെയാണ് തോന്നുന്നു അൺകണ്ടീഷണൽ വാറണ്ടിയും കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പ്രൈസ് റേഞ്ച് ആണെങ്കിലും മറ്റുള്ള ടയർ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത്. അങ്ങനെ ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് ഈ ഒരു ബ്രാൻഡിൽ വരുന്നത് റീസണബിൾ പ്രൈസ് തന്നെയാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയിം മാത്രം ഒന്ന് ചെയ്താൽ അതിൽ ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് സ്റ്റഡ് ടയർ ആയിട്ടുള്ള ഈ ഒരു ടോർക്കാർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹിമാലയൻ ടോർക്കാർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ട്രെയിലർ, ഇത് ടൂറാർ. അപ്പോൾ ഈ ഒരു നെയിം നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഇതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ടയറിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ വിത്തൗട്ട് എനി കോസ്റ്റാണ് നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കസ്റ്റമേഴ്സിന് ടയറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിൽ വെൽ നോൺ ആയിട്ടുള്ള മെക്കാനിക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ട്രാക്ക് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരും അതിൻ്റെ പുറകെ പോവരുത്. കാരണം ട്രാക്ക് ടയറൊക്കെ മോസ്റ്റ്ലി അൺസൈസ് ആയിട്ടുള്ള ടയേഴ്സാണ്. അങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മളെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷോക്ക് അപ്സറും കാര്യങ്ങളൊക്കെ വീക്ക് ആവുക. അങ്ങനെ വണ്ടിക്ക് തന്നെ അത്ര നല്ലതല്ല. പിന്നെ അതുമല്ല, ഈ ട്രാക്ക് ടയർ എന്ന് പറയുന്നത് തന്നെ ഒരു റിജക്റ്റഡ് ടയേഴ്സാണ്. അപ്പോൾ റിജക്റ്റഡ് ടയേഴ്സ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കും അത്ര നല്ലതല്ല, അത്ര സേഫ്റ്റി അല്ല. പിന്നെ കൂടാതെ തന്നെ നമ്മൾ എപ്പോഴും ടയർ പർച്ചേസ് ചെയ്യുമ്പോൾ വിത്ത് GST ബില്ല് തന്നെ വാങ്ങുക. കാരണം എന്താ വെച്ചാൽ വാറണ്ടി കാര്യങ്ങളുള്ള ടയേഴ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എവിടെയാണെങ്കിലും നമ്മൾ അങ്ങനെയുള്ള ടയേഴ്സ് തന്നെ വാങ്ങുക. വിത്ത് GST ബില്ല് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാനും നമുക്ക് അതിനുള്ള ഒരു നഷ്ടപരിഹാരം, നമുക്ക് എന്തെങ്കിലും ഈ ടയറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യണമല്ലോ. ക്ലെയിം ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും കസ്റ്റമറിൻ്റെ അടുത്ത് ഈ ഒരു GST ബില്ല് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വില കുറവിൽ ചിലപ്പോൾ ബില്ലില്ലാതെയൊക്കെ പല ഷോപ്പിൽ നിന്നും കിട്ടും. ഈ ഒരു MRPയിൽ കുറച്ചിട്ടും അതിനേക്കാൾ ഒരുപാട് കുറവിലൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു GST ബില്ല് മസ്റ്റായിട്ടും നിങ്ങളെ കയ്യിലുണ്ടാവണം. കാരണം ടയർ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഈ ഒരു റേസിൻ്റെ ടയറാണെങ്കിൽ 42 മാസം, അതായത് 42 months അൺകണ്ടീഷണൽ വാറണ്ടി, 6 years സ്റ്റാൻഡേർഡ് വാറണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു
ഇത്ര അധികം കാലയളവിൽ നമ്മുടെ കയ്യിൽ ആ ഒരു ബില്ല് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പുറത്തെ കടയിൽ നിന്നൊക്കെ ബില്ലില്ലാതൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ റേസ് തന്നെ ആയിരിക്കും, പക്ഷേ ബില്ലില്ലാതൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടയറിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ടയറിൻ്റെ കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ നല്ലൊരു ജാഗ്രത തന്നെ കാണിക്കണം. ട്രാക്ക് ടയറും അങ്ങനെ മറ്റുള്ള ടയേഴ്സൊന്നും യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ വണ്ടിക്ക് സ്യൂട്ടായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്സൈസ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യുക. അതൊക്കെ നമ്മളുടെ വണ്ടിയുടെ പരിമിതിക്കുള്ളിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ടയറിൻ്റെ ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടയറും നമ്മൾ വിചാരിച്ച പോലെ ഒരു കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇപ്പോൾ വണ്ടി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹിമാലയൻ എക്സ്പ്രസ് യൂസേഴ്സിന് മാത്രമല്ല എല്ലാ വണ്ടികൾക്കുള്ള ടയേഴ്സും നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ്.